പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് മാർച്ച് 22 ഞായറാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെടുന്ന മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ഇന്ന് ഈ പ്രാർത്ഥന കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലത് കർത്താൻ മക്കളെ സ്പർശിക്കണമേ. അടിപ്പണ്ട പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. എല്ലാ കോശങ്ങളിലും എല്ലാ പെശുകളിലും ഞരമ്പുകളിലും ചുമൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്നെടുക്കുന്ന തീരുമാനങ്ങൾ, അങ്ങയുടെ മക്കൾ ഇന്ന് നടത്തുന്ന യാത്രകൾ, അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന വ്യക്തികൾ, അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന കടലാസുകൾ, രേഖകൾ, കർത്താവെ, എല്ലാം നീ അറിയാനും അതുമൂലം ഉണ്ടാകുന്ന എല്ലാവിധ
അതും ഈ എന്തിനു വേണ്ടിയാണ് ചെയ്യണത്? ആ വിഷയം ലക്ഷ്യം കാണാൻ വേണ്ടി, അത് എത്രയും സ്പീഡായിട്ട് കാണാൻ വേണ്ടിയും. സമയ ചുരുക്കത്തിൻ്റെ അമ്മയെ സഞ്ചാരി മാതാവേ, അമ്മ ഇവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായ മക്കൾ, അവിടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചിലർക്ക് അനക്കമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവും, ചിലർക്ക് രോഗങ്ങൾ മാറാത്ത കാരണം ഉറക്കമില്ലാത്തവരുണ്ടാവും. ഈശോയെ, പലതരത്തിൽ വേദന അനുഭവിക്കുന്നവരും പൊറുക്കാത്ത വ്രണങ്ങളുള്ളവരും ഉച്ചമുള്ളങ്കാലം ഉണ്ടാകുന്ന രോഗങ്ങളൊക്കെ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞ് താമസിക്കുന്നവർ, ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ കർത്താവരെ ആശീർവദിക്കുക. ഗവൺമെൻറ് സംബന്ധമായ വിഷയങ്ങൾക്ക് പല നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ താമസിച്ചു പോകുന്ന കാരണം കിട്ടിയിട്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരും കുരുങ്ങിക്കിടക്കുന്നവരും കർത്താവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ നിൻ്റെ യാത്രകൾ, നിൻ്റെ സംസാരങ്ങൾ, നിൻ്റെ ചെയ്തികൾ, നീ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നിനക്ക് മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ രണ്ട് വളരെ താഴ്ന്ന ജോലി ചെയ്യുന്ന രണ്ട് മനുഷ്യരെ കൊണ്ട് ഒരു രാജ്യത്തിൻ്റെ വലിയ വ്യക്തികളെ മാറ്റുന്നതാണ് നമ്മൾ കാണുന്നത്. അതിലൊന്ന്, 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു നാമാനുണ്ട്. നാമാൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കർത്താവ് റെഫർ ചെയ്ത ഒരു വ്യക്തിയാണ് അങ്ങനെ സിറിയ രാജാവിൻ്റെ ഒരു സൈന്യാധിപനാണ്. ഇപ്പോൾ ഇസ്രയേലുമായ യുദ്ധത്തിൽ ഈ രണശൂരനായ ഒരു മനുഷ്യൻ ഇസ്രയേലിനെ തോൽപ്പിച്ചു. പട്ടാളക്കാരെന്ത് ചെയ്ത് അവിടുത്തെ ഒരു പെങ്കൊച്ചിനെ പിടിച്ചിട്ട് പോകുന്നു. അതുകൊണ്ട് ഈ സൈന്യാധിപൻ്റെ വീട്ടിൽ പരിചാരികയായിട്ട് നിർത്തി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഈ നാമാന് ഇത്രയും വലിയ വീരശൂര പരാക്രമമൊക്കെ കാണിച്ച മനുഷ്യന് കുഷ്ഠരോഗം വന്നു. അപ്പോൾ ഇയാളെ ചുരുങ്ങി കഴിഞ്ഞപ്പോൾ വീടുകളിലൊക്കെ എല്ലാം ഭയങ്കര സങ്കടമായി. രാജകൊട്ടാരത്തിൽ രാജാവിന് സങ്കടം, നാമാൻ്റെ വീട്ടിലും സങ്കടം. അപ്പോഴുണ്ട് ഈ പരിചാരികയായിട്ട് വന്ന ഇസ്രയേലിലെ പെൺകുട്ടി, അവൾ അവിടെ ചെന്നിട്ട് അവളുടെ മതത്തിൽ ചേർന്നില്ല. അതാണ് രസം. ഇപ്പം ഇത്തിരി പൈസയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഗൾഫിലൊക്കെ വന്ന് ചില ആൾക്കാരൊക്കെ അറബികളുടെ വീട്ടിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പണക്കാരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാർക്ക് പ്രാർത്ഥന കുറഞ്ഞു പോകണില്ലേ. ഇവളങ്ങനെയല്ല. അവൾ എപ്പോഴും ഓർത്തേക്കാം നമ്മൾ. കാര്യം നമ്മുടെ സ്വത്തിനേക്കാൾ, മനുഷ്യൻ്റെ സ്വത്തിനേക്കാൾ ബൈബിൾ എന്താ പറയണത്? സ്വത്ത് ഒന്നും കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞില്ല. കൊണ്ടുപോകണത് എന്താണ്? നീ വിശ്വസിച്ച ദൈവത്തിന് മാത്രമേ കൊണ്ടുപോകണം. അപ്പം അതുകൊണ്ട് ഇവളെ പറഞ്ഞു, യജമാനെ സുഖപ്പെടുത്താൻ വഴിയുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ സമറിയായാലും പ്രവാചകനുണ്ട്. നീ അവിടെ ചെന്ന ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചു, യജമാനെ സുഖപ്പെടുമെന്ന് പറയും. അപ്പോൾ അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ അത് വിശ്വസിക്കുന്ന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവരോട് യുദ്ധത്തിലിരിക്കുകയല്ലേ, യുദ്ധം കഴിഞ്ഞ് ഇസ്രായേൽ തോറ്റിരിക്കുകയാണല്ല. അപ്പോൾ പിന്നെ അവരെ ആശ്രയിക്കാൻ വേണ്ടി ഇവർ പോവുക. പക്ഷെ നാമാന് തോന്നി എന്തോ കാര്യം അതിൻ്റെ അകത്ത് ഉണ്ടെന്ന്. കാര്യം അത് പറഞ്ഞ പറച്ചിലാണ് നാമാൻ വീണിരിക്കണത്. അവളപ്പം നല്ല സ്ട്രോങ് ഫെയ്ത്തുള്ള ആളാണ്. വീട്ടുവേലക്കാരിയാണ് വന്നിട്ട് കാര്യമില്ല. അവർക്കൊക്കെ ഒരു പ്രേക്ഷിത ജോലി ഉണ്ട്. ഇക്കാലങ്ങളിൽ എന്തുമാത്രം മനുഷ്യരാണ് രാജ്യവ്യാപകമായ രീതിയിൽ, ലോകവ്യാപകമായ രീതിയിൽ കെയർ സെൻറ്ററിൽ പോണത് ജോലി ചെയ്യാൻ. ഈ കെയർ സെൻറ്ററിൽ പോണവരൊക്കെ ഓർക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം പകർന്നു കൊടുക്കാൻ കർത്താവ് നൽകിയ അവസരമാണത്. ഒത്തിരി പേര് അത് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതിനൊക്കെ ഒരു സുവിശേഷ മൂല്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണിത് പറയണത്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാമാൻ അങ്ങനെ രാജാവിൻ്റെ കത്തും വാങ്ങിച്ചു. അപ്പോൾ രാജാവ് ആ മനുഷ്യനെ എന്തുമാത്രം സ്നേഹിക്കുന്നു, കത്ത് കൊടുത്ത് വിട്ട്. ഇസ്രായേൽ രാജാവിന് മനസ്സിലായില്ലേ. അയാൾ പറഞ്ഞു, ഇസ്രായേൽ രാജാവിന് കത്ത് കൊടുത്തപ്പോൾ, നാമാൻ കൊടുത്തപ്പോൾ പറഞ്ഞു, ഇതെന്ത് എന്നോട് യുദ്ധത്തിന് വരികയാണോ? ഈ സൈന്യാധിപനാണല്ലോ കൊടുത്തിരിക്കണ കത്ത്. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കി കഴുത്തെ കയറാൻ വരികയാണെന്നാണ് വിചാരിച്ചത്. അയാൾ വസ്ത്രം വലിച്ചു കീറി ദേഷ്യം കൊണ്ട്. അപ്പോൾ എലീഷ കേട്ടപ്പോൾ, നീ എന്ത് വസ്ത്രം കീറി? രാജാവാണെങ്കിലും ദൈവത്തിൻ്റെ പത്തുകൾ അറിയാൻ പാടില്ലാതായി. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്ത്, അവരുടെ വസ്ത്രം കീറണം അവർക്കറിയാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചെയ്ത്. എലീഷ പറഞ്ഞ് അവനോട് എൻ്റെ അടുത്ത് വരാൻ പറയാൻ പറഞ്ഞു. വന്നപ്പോൾ എന്ത് പറഞ്ഞേ?
പറഞ്ഞ് ജോർദാനിൽ പോയി കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പറഞ്ഞു, എന്താ കാര്യം? ഇവിടെ ഫാർഫാറും ആബോനായും സിറിയയിലെ നല്ല കണ്ണീര് പോലെ കിടക്കണ ജലമാണ്. അവിടെ കുളിക്കണ വരെ ഞാനും ജോർദാനിൽ പോയി കുളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം അത് ഇത്തിരി കഠിനമുള്ള വെള്ളമാണ്, ഗാഢമായ വെള്ളമാണ്. വെള്ളക്കുറവുള്ള വെള്ളപ്പറ്റുള്ള കാരണം ഗാഢമായ വെള്ളമാണ്. അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ജോർദാനിലെ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോഴ്സ് കുറവായത് കാരണം. നാമാൻ പറഞ്ഞു, ഇതെന്താണ് മനുഷ്യനെ വിഡ്ഢിയാക്കണം, എനിക്ക് ഫാർഫാർ നദി നല്ലതല്ലേ, അല്ലെ അബോന അവിടെ പോയി കുളിച്ചാൽ മതിയല്ലേ. അപ്പോൾ കുതിരക്കാർ, അവിടെ രസമുണ്ട്. ദൈവം കുതിരക്കാരുടെ സുവിശേഷമാണ് അവിടെ വിറ്റ്. ഒരു കുതിരക്കാർ ഇവനെ കൗൺസിൽ ചെയ്യും. നാമാന് സൈന്യാധിപനാണെന്ന് പറഞ്ഞ കാര്യമില്ല. കർത്താവ് അവരെ കുതിരക്കാരെ വെച്ച് മറിക്കണം കണ്ടിട്ടില്ലേ? കുതിരക്കാരൻ പറയും, യജമാനെ ഇതിനൊക്കെ വലിയ കാര്യമാണ്, ഈ കാര്യത്തിന് ചെയ്യേണ്ടി വന്ന് അങ്ങ് ചെയ്യത്തില്ലായിരുന്നോ? ഇത് നിസ്സാര കാര്യമല്ലേ, ചെയ്താൽ പോരെ. അപ്പോൾ അയാൾക്ക് ബോധം വന്നു. ഇവരുടെ കൗൺസിലിംഗ്, കുതിരക്കാരുടെ കൗൺസിലിംഗ് ഭയങ്കര രസമാണ്. എന്നാൽ അവരെ പെട്ടെന്ന് പറഞ്ഞ് കാര്യങ്ങൾ ധരിപ്പിച്ചു. അയാൾ പോയി കുളിച്ചു. അയാളുടെ കുഞ്ഞിൻ്റെ ശരീരം ഒരു കുഞ്ഞിൻ്റെ ശരീരം പോലെയായി മാറിയത്. അപ്പം നമ്മളെന്ത് വിഷയം വെച്ചാൽ എല്ലായിടത്തും വളരെ അഗണ്യരായിട്ടുള്ള മനുഷ്യരെയാണ് ദൈവം വലിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ചെറിയവരാണ്, ഞങ്ങളുടെ ജോലി ഇതാണ്, ഞങ്ങൾക്ക് ദൈവവേല പറഞ്ഞിട്ടില്ലെന്നല്ല, നിങ്ങൾക്കാണ് കൂടി ദൈവവേല പറഞ്ഞിരിക്കണത്. ഏതവസ്ഥയിലായാലും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കണം. അത് സമയം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. 2 തിമോത്തി 4:2 വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ഇതൊരു ബിഷപ്പിന് കൊടുക്കുന്ന ഉപദേശമാണ്. പക്ഷെ ഇത് സാധാരണ മനുഷ്യനെ കൊണ്ടും ചെയ്യാൻ പറ്റും. അതാണ് അവർ ചെയ്തിരിക്കുന്നത് കാര്യം. ആ ഇസ്രായേലിൻ്റെ പരിചാരികയും നാമാൻ്റെ പരിചാരികയും കുതിരക്കാരനുമാണ് കർത്താവിൻ്റെ പ്രവർത്തനം അവിടെ നടത്താൻ വേണ്ടി ദൈവത്തിൻ്റെ ഉപകരണമായത്. ദൈവവേദലെ നിൻ്റെ അവസ്ഥ ലളിതമാണെങ്കിൽ എളിയതാണെങ്കിലും അതിനൊരു ദൈവദൗത്യം ഉണ്ടെന്ന് മറന്നു പോകരുത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.